എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു പ്രഷർ പമ്പ് സെറ്റ് ചെയ്യുന്നതാണ്. ലൂബിയുടെ 2 ലിറ്ററിൻ്റെ പ്രഷർ പമ്പ് സെറ്റ് ചെയ്യുന്നതാണ് നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ ഇത് ചെറിയ 2 ലിറ്ററിൻ്റെ ടാങ്ക് ആയതുകൊണ്ട് നമ്മൾ ഇതിന് ഇൻപുട്ടിലാണ് റിട്ടേൺ വാൽവ് കൊടുക്കുന്നത്. സാധാ വലിയ ടാങ്കൊക്കെ വരുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ടിലാണ് കൊടുക്കുന്നത് റിട്ടേൺ വാൽവ്. കാരണം ഔട്ട്പുട്ടിൽ റിട്ടേൺ വാൽവ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷർ മോട്ടറിൽ വരത്തില്ല. പക്ഷേ ഇതിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് ഇൻപുട്ടിൽ തന്നെ കൊടുക്കാനേ പറ്റുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഈ മോട്ടറിൻ്റെ പമ്പിനകത്ത് തന്നെയാണ് പ്രഷർ സ്വിച്ചും പ്രഷർ ടാങ്കും എല്ലാം സെറ്റ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ ഈ ഒരു മോഡലിൽ നമുക്ക് ഇനി പ്രഷർ മീറ്റർ വരുന്നില്ല. ഇപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ 2 ലിറ്ററിൻ്റെ ഒരു ചെറിയ പ്രഷർ ടാങ്കും ഇതിൻ്റെ പ്രഷർ സ്വിച്ചും മാത്രമേ വരുന്നുള്ളൂ. പ്രഷർ മീറ്റർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇതിനില്ല. ശരിക്കും ഇതിന് പ്രഷർ മീറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല. കാര്യം ഇത് ചെറിയ പമ്പാണ്. ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ 1-2 ബാത്റൂമിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പൈപ്പ് ലൈനിൻ്റെ പണികൾ നോക്കാം. അപ്പോൾ ഇത് ബൈപ്പാസ് ചെയ്താണ് നമ്മൾ ഇതിൻ്റെ ലൈൻ ചെയ്യുന്നത്. കാര്യം എന്തെങ്കിലും കാരണവശാൽ കറണ്ട് ഇല്ലാതെ വരികയോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും കാരണവശാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കറണ്ട് കട്ട് വരുന്ന ദിവസങ്ങളൊക്കെ കാണും. മാത്രമല്ല ചിലപ്പോൾ ഒരു മോട്ടറിന് ഒരു കംപ്ലൈൻറ്റ് വന്നു. അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ നമുക്ക് ഈ മോട്ടർ ഇളക്കി മാറ്റണമെങ്കിലോ അല്ലെങ്കിൽ കറണ്ട് ഇല്ലെങ്കിലോ ബൈപ്പാസിലൂടെ വെള്ളം എടുക്കത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പൈപ്പ് ലൈൻ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന ലൈൻ ഇതാണ്. ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന ലൈൻ. അപ്പോൾ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന ലൈൻ കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരു ടീ ഇട്ട് ടീന്ന് ഒരു ഇഞ്ചിൻ്റെ വാൽവ് വെച്ചു. അത് കഴിഞ്ഞ് 2 ഇഞ്ച് ടീ കൊടുത്ത് 2 ഇഞ്ച് ലൈനാണ് നമുക്ക് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും 2 ഇഞ്ച് ടീ കൊടുത്ത് റെഡ്യൂസ് ചെയ്ത് 1 ഇഞ്ചിൻ്റെ ഒരു വാൽവ് വെച്ചു. അപ്പോൾ ആദ്യം വെച്ച വാൽവിൽ നിന്നുള്ള ലൈൻ നമ്മൾ കൊണ്ടുവന്ന് മോട്ടറിൻ്റെ ഇൻപുട്ടിലാണ് കൊടുക്കുന്നത്. ഇൻപുട്ടിൽ കൊടുത്തു. ആദ്യത്തെ പൈപ്പ് ടാങ്കിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ ആദ്യം ടീ ഇട്ടെടുത്ത ലൈൻ ഇൻപുട്ടിൽ കൊടുത്തു. ഔട്ട്പുട്ട് കൊണ്ടുവന്ന് നമ്മൾ 2 ഇഞ്ച് വാൽവ് കഴിഞ്ഞുള്ള ലൈനിലാണ് ടീ ഇട്ട് റെഡ്യൂസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി നടുക്കളത്തുള്ള 2 ഇഞ്ച് വാൽവ് പൂട്ടിക്കഴിഞ്ഞാൽ മോട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ കണക്ഷൻ്റെ പരിപാടികളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് അവർ ശരിക്കും കണക്ഷനെല്ലാം കൊടുത്ത് മോട്ടറിൻ്റെ സ്വിച്ചും എല്ലാം കൊടുത്ത് ഇതിൽ നിന്ന് ഒരു ലീഡ് വയർ പുറത്തോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ജോയിൻ്റ് അടിക്കുന്നതിലും നല്ലത് നമുക്കിത് ഡയറക്റ്റ് അകത്ത് നേരിട്ട് കണക്ഷൻ കൊടുക്കുന്നത്. അപ്പം നമുക്കൊരു ജോയിൻ്റ് ഒഴിവാക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ഒരു ലീഡ് വയർ അത് കപ്പാസിറ്റ് അതിൻ്റെ അടുത്ത 2 ലീഡ് വയർ പുറത്ത് കിടപ്പുണ്ട്. ഇതാണ് ഒരു ജോയിൻ്റ് അടിച്ച് പുറത്തിട്ടേക്കുന്നതാണ്. നമ്മളത് വീണ്ടും ജോയിൻ്റ് അടിച്ചാൽ ജോയിൻ്റ് കൂടുതലാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ജോയിൻ്റ് ചെയ്തിരിക്കുന്ന വയർ മാറ്റിയിട്ട് നേരിട്ട് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുക. ബാക്കി എല്ലാ കണക്ഷനും അവർ തന്നെ സെറ്റ് ചെയ്ത് വിടുന്നുണ്ട്. പ്രഷർ സ്വിച്ചിനകത്തുള്ള കണക്ഷനൊക്കെ അവർ തന്നെ സെറ്റ് ചെയ്താണ് വിടുന്നത്.
അപ്പോൾ നമ്മുടെ കണക്ഷൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിനി പ്രഷർ സ്വിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് പ്രഷർ സ്വിച്ചിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് ആദ്യം ഒരു ലോക്കുണ്ട്, നമ്മൾ ആ ലോക്ക് ഇളക്കി മാറ്റണം. കാര്യം ഈ ലോക്ക് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ താഴെ കാണുന്ന മൈനസിൻ്റെ ഒരു സ്ക്രൂ ഉണ്ട്, അതാണ് ഇതിൻ്റെ ഓണ്. അപ്പം നമ്മൾ എത്ര പ്രഷറിൽ ഓൺ ആവണം എന്നുള്ള, അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ പ്രഷർ നമ്മളിപ്പോൾ ടാപ്പ് തുറന്നാൽ പ്രഷർ കുറയുമ്പം എത്ര പ്രഷറിൽ ഓൺ ആവണം എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യുന്ന അതിനകത്താണ്. മേളിൽ കാണുന്ന സ്റ്റാറാണ് ഇതിൻ്റെ കട്ട് ഓഫ്. ഇപ്പോൾ പ്രഷർ കൂടുമ്പോൾ എന്താണെന്ന് കാണാം. ഞാനിപ്പോൾ കട്ട് ഓഫ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 ബാറിലാണ് കൊടുത്തിരിക്കുന്നത്. ഓൺ കൊടുത്തിരിക്കുന്ന 1 ബാറിൽ. കാര്യം നമുക്ക് ഈ ചെറിയ ഇപ്പോൾ പഴയ ബിൽഡിംഗ് ഒക്കെ ആകുമ്പം പൈപ്പൊക്കെ പഴയതാകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രഷർ കൂട്ടി കൊടുക്കാൻ പറ്റത്തില്ല. അതുമല്ല ഇതിന് മാക്സിമം ഒരു 2-2.5 വരെയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ, ചെറിയ മോട്ടറും കൂടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രഷർ സ്വിച്ചിൻ്റെ പ്രവർത്തനം. പ്രഷർ മീറ്ററില്ല, പ്രഷർ സ്വിച്ച് ഇതാണ്ട് ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ലോക്ക് ഇട്ട് മുറുക്കാം. ലോക്ക് അത് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ആ 2 സ്ക്രൂ അകത്ത് കയറിയതിന് ശേഷം മാത്രമേ സ്ക്രൂ ഇടാവൂ. അല്ലെന്നുണ്ടെങ്കിൽ ലോക്കും കംപ്ലൈൻ്റ് ആവും, സ്വിച്ചും കംപ്ലൈൻ്റ് ആവും. അപ്പം നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം.